ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സ് പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മെറൂൺ കളറിലുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് നമ്മൾ ഇങ്ങനൊരു ലൈൻ വരച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷോൾഡറിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് 50 + 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം വരുന്നത് 8 ഇഞ്ച് + 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊരു എയർലൈൻ മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 47 ഇഞ്ചാണ്. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് എയർലൈൻ മോഡലാകുമ്പോൾ ഇതുപോലെ ഒരു ഒരു ലൈൻ താഴെ വരെ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. സൈഡ് തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴീൻ്റെ ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഒരു ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മറ്റേ ലെങ്ത്ത് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. കൈക്കുഴി മാർക്ക് ചെയ്ത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി അങ്ങനെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് 4 ഇഞ്ച്, അതായത് 11 ഇഞ്ച് ഇറക്കവും നീളം 11 ഇഞ്ചും വീതി 4 ഇഞ്ചിൽ ഇതുപോലെ വരച്ചിട്ട് ഒരു ബോക്സ് ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. എന്നിട്ട് ഈ ബോക്സിന് പുറത്തായിട്ട് വേണം ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാൻ. ഇതുപോലെ, അതായത് ഇതിൻ്റെ ഇറക്കം വരുന്നത് 11 ഇഞ്ചും വീതി 4 ഇഞ്ചും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അതിന് പുറത്തേക്കായിട്ട്, ആ ബോക്സിന് പുറത്തേക്കായിട്ട് വേണം ബാക്ക് പാർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കറക്റ്റ് എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ താഴെ വരെ നമുക്ക് 4 ഇഞ്ച് ഗ്യാപ്പ് വേണം. കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം, കറക്റ്റ് 4 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴീൻ്റെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഒടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ലൈനിങ്ങിൻ്റെ താഴെ വശത്ത് നമ്മൾ സൈഡ് തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്
ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചിലോ കയറ്റി മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാക്കി വന്ന തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. പിന്നെ സ്ലീവിൽ ചെറുതായിട്ടൊരു പഫ് സ്ലീവായിട്ടാണ് കൊടുക്കുന്നത്. മുകളിൽ നമുക്ക് ഞൊറി വിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് ഒരു 3 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. സ്ലീവിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് വിട്ടതിന് ശേഷം 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 9 ഇഞ്ചിന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് ചെരിഞ്ഞ് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. താഴെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളതൊന്ന് വരച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെൻട്രലായിട്ടൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ബോക്സ് പ്ലീറ്റിനായിട്ടുള്ള അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് നമ്മൾ 11 ഇഞ്ച് നീളത്തിലല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇതുപോലെ മറിച്ചിട്ട് ശരിയാക്കി എടുക്കുമ്പോൾ ഒരു ബോക്സ് നമുക്ക് കിട്ടും. ഇതുപോലെ ഇങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ആ ബോക്സിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല വശം വരുന്നത് അതിൻ്റെ അടിഭാഗത്താണ് കേട്ടോ. അടിഭാഗത്താണ് അതിൻ്റെ നല്ല വശം വരുന്നത്. ഇത് മോശം വശമാണ്. കറക്റ്റ് ബോക്സ് കറക്റ്റ് രണ്ട് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ കാണുന്നതാ അതിൻ്റെ നല്ല വശമാണ്. അതാ നമുക്കൊരു ബോക്സ് പ്ലീറ്റഡ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെയാണ് കിട്ടുന്നത്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ ഇതുപോലെ വരുന്നുണ്ട്. അതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. താഴെ വരെ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ മെയിൻ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ വീതി 5.5 ഇഞ്ചും ഇറക്കം ഒരു 9 ഇഞ്ചിലും എടുത്തു കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 6 ഇഞ്ചിൽ. എന്നിട്ട് അതൊന്ന് ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നമ്മൾ വി ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് വി ഷേപ്പല്ല, ചെറുതായിട്ടൊന്ന് വളച്ച് ഇതുപോലെ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് പുറത്തേക്കായിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്കത് ക്ലോത്തിൽ അയൺ ചെയ്തിട്ട് നെക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ നെക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് വേറൊരു ക്ലോത്തിൽ അയൺ ചെയ്ത് കൊടുക്കാം. ലൈനിങ് ക്ലോത്തിൽ ബാക്കി വന്ന ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 1/4 ഇഞ്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ്, അതായത് അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ
ഈ ബാക്കി വന്ന ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ചെറിയ ചെറിയ കട്ടിങ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പം വെച്ച നെക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് കിട്ടും. ബാക്ക് നെക്കിൽ ഞാൻ ലൈനിങ് ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. അതിന് ഞാൻ ക്യാൻവാസ് ഉപയോഗിക്കുന്നില്ല, ലൈനിങ്ങിൽ തന്നെയാണ് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലൈനിങ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ബോക്സ് ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ക്ലോത്ത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. എന്നിട്ട് അതിന് ലൈനിങ്ങിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് നെക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ക്വയറിൽ തന്നെ നിൽക്കും. നമുക്ക് 2 ക്ലോത്തിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഷോൾഡർ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവ് ഇതുപോലെ ചെറിയ ചെറിയ അതായത് പഫ് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് താഴെ ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്, സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.